بسم الله الرحمن الرحيم. لقد أرسلنا رسلنا بالبينات وأنزلنا معهم الكتاب والميزان ليقوم الناس بالقسط وأنزلنا الحديد فيه بأس شديد ومنافع للناس وليعلم الله من ينصره ورسله بالغيب إن الله قوي عزيز. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തക്കികളായി, അല്ലാഹുവിനെ ഭയപ്പെടുന്നവരായി ജീവിക്കണമേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, ഗുണകാംക്ഷപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൂക്ഷ്മാലുക്കളായ ദാസന്മാരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഷഹീദ് ഫാദി അൽ ബത്തഷ് ഏകദേശം 6 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 6 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഏപ്രിൽ 21-ന് മലേഷ്യയുടെ തലസ്ഥാന നഗരിയായ കൊലാലംപൂരിൽ അവിടെ വെച്ച് ഷഹാദത്ത് അഥവാ രക്തസാക്ഷിത്വം വരിച്ച ഫലസ്തീൻ പണ്ഡിതനാണ് ഷഹീദ് ഫാദി അൽ ബത്തഷ്. അദ്ദേഹം പ്രഭാത നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയ അദ്ദേഹം ആ ചുറുചുറുക്കുള്ള യുവാവിൻ്റെ നെഞ്ച് പിളർത്തി 14 വെടിയുണ്ടകളാണ് മൊസാദിൻ്റെ ചാരന്മാർ അദ്ദേഹത്തിൻ്റെ മാറിടത്തിൽ വിക്ഷേപിച്ചത്. ഫാദി അൽ ബത്തഷ് കൊലാലംപൂരിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ച് വരികയായിരുന്നു അദ്ദേഹം. ഇസ്രയേലിൽ നിന്നും അങ്ങകലെയുള്ള മലേഷ്യയിൽ അത്രമാത്രം ദൂരം താണ്ടി പ്രയാസങ്ങൾ സഹിച്ച് ഒരു ഫലസ്തീൻ പണ്ഡിതനെ വകവരുത്തുന്നതിന് വേണ്ടി ഇസ്രയേലിൻ്റെ മൊസാദ് ഗൂഢാലോചന നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിനും മാത്രം എന്തു വലിയ പ്രത്യേകതയായിരുന്നു ആ മനുഷ്യനുണ്ടായിരുന്നത് എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. അദ്ദക്തൂർ ഫാദി അൽ ബത്തഷ് സാധാരണ പോരാളികളിൽ നിന്നും മുജാഹിദുകളിൽ നിന്നും വ്യത്യസ്തമായി 2 സ്വഭാവങ്ങൾക്ക്, 2 വിശേഷണങ്ങൾക്ക് ഉടമയായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഒരേ സമയം ആലിമും അതേസമയം അദ്ദേഹം ഒരു മുജാഹിദുമായിരുന്നു, പോരാളിയുമായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ സവിശേഷത. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡോക്ടറേറ്റ് നേടിയ അദ്ദേഹം ജനങ്ങൾക്കായി ഇമാമായി നമസ്കരിക്കുകയും ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരുന്ന വളരെ പ്രാഗൽഭ്യമുള്ള ഒരു പണ്ഡിതൻ കൂടിയായിരുന്നു അദ്ദേഹം. എന്തുകൊണ്ട് ഇസ്രായേൽ അദ്ദേഹത്തെ വധിച്ചു എന്ന ചോദ്യത്തിന് ലോകം നൽകുന്ന മറുപടി അദ്ദേഹത്തിൻ്റെ അറിവും അദ്ദേഹത്തിൻ്റെ തലച്ചോറുമായിരുന്നു ഇസ്രായേലിനെ ഭയപ്പെടുത്തിയിരുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഗവേഷണങ്ങൾക്ക് ലഭിച്ച സ്വീകാര്യത, ആയുധങ്ങളുമായി ബന്ധപ്പെട്ട്, ആയുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ,
അതിനൂതനമായ ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരുടെ കഴിവുകൾക്കും അപ്പുറമായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ എന്നുള്ളതുകൊണ്ടാണ് ഇസ്രയേലിൽ നിന്നുള്ള ഒരു സംഘം ആളുകൾ മലേഷ്യ വരെ സഞ്ചരിച്ചുകൊണ്ട് ആ മനുഷ്യനെ ഒരു സുപ്രഭാതത്തിൽ കൊലപ്പെടുത്തുന്നത്. നമുക്കറിയാം, ലോകത്ത് ഒരുപാട് മുജാഹിദുകളുണ്ട്, ഒരുപാട് പോരാളികളുണ്ട്. ആ പോരാളികൾ ലോകത്ത് നിർവഹിക്കുന്ന പങ്കിനെക്കുറിച്ച് നമുക്ക് വലിയ ധാരണയുണ്ട്. പക്ഷേ മുജാഹിദുകൾക്കും അപ്പുറത്തുള്ള ഒരു സ്ഥാനം, അൽ ആലിമുൽ മുജാഹിദ്, അറിവുള്ള, വിജ്ഞാനമുള്ള, പണ്ഡിതനായ മുജാഹിദ് എന്നത് ഇസ്ലാമിൻ്റെ ശത്രുക്കളെ എപ്പോഴും വിറപ്പിക്കുന്ന, അവരെ ഇന്നും ഇന്നലെയും ഒക്കെ വിറളി പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിശേഷണമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകത്ത് പണ്ഡിതന്മാർ ധാരാളമുണ്ട്, ലോകത്ത് ഒരുപാട് തരം അറിവുകളുമുണ്ട്. പക്ഷേ ഇസ്ലാമികമായ വിജ്ഞാനീയങ്ങളെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഭയപ്പെടുത്തുന്ന അറിവുകളാക്കി മാറ്റുക എന്നതാണ് യഥാർത്ഥത്തിൽ ഒരു ആലിമിൻ്റെ, ഒരു പണ്ഡിതൻ്റെ ദൗത്യം എന്ന് പറയുന്നത്. ആ ദൗത്യം നിർവഹിക്കുന്നതിലാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി വിജയിക്കുന്നത്. വിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായ ഒരു വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാതി വഅൻസൽനാ മഅഹുമുൽ കിതാബ വൽ മീസാൻ. നാം പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. വലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത്. ലോകത്തിൻ്റെ വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ ദേശങ്ങളിലേക്ക് വലിയ വലിയ ദൗത്യവുമായി, ഉത്തരവാദിത്വവുമായി എൻ്റെ ദൂതന്മാരെ നാം നിയോഗിച്ചിട്ടുണ്ട്. വഅൻസൽനാ മഅഹുമുൽ കിതാബ്. അവരുടെ കയ്യിൽ നാം കിതാബ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കിതാബുമായി മാത്രമല്ല പ്രവാചകന്മാരെ നിയോഗിച്ചത്. വഅൻസൽനാ മഅഹുമുൽ കിതാബ്, അവരുടെ കൂടെ നാം വേദമിറക്കി എന്ന് പറഞ്ഞ അതേ ഭാഷയിൽ തുടർന്നുള്ള ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് വഅൻസൽനൽ ഹദീദ ഫീഹി ബഅസുൻ ശദീദ്. കിതാബ് മാത്രമല്ല എൻ്റെ ദൂതന്മാരെ ഞാൻ ഏൽപ്പിച്ചത്. വഅൻസൽനാ മഅഹും വഅൻസൽനൽ ഹദീദ ഫീഹി ബഅസുൻ ശദീദ്. വിജ്ഞാനത്തിൻ്റെ ഏറ്റവും മൂർത്തമായ രൂപത്തെയാണ് കിതാബ് പ്രതിനിധീകരിക്കുന്നതെങ്കിൽ, ജിഹാദിൻ്റെ ഏറ്റവും ശക്തമായ പ്രതിനിധാനമായി കൊണ്ടാണ് വിശുദ്ധമായ ഖുർആൻ ഹദീദിനെ പരിചയപ്പെടുത്തുന്നത്. ലഖദ് അർസൽനാ റുസുലന എന്ന് തുടങ്ങുന്ന ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് വിശ്രുതനായ പണ്ഡിതൻ ഇമാം ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഫദക്കറൽ കിതാബ വൽ ഹദീദ ഇദ് ബിഹിമാ ഖിവാമു ഹാദദ്ദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ നിയോഗത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതിനോട് ചേർത്ത് കിതാബിനെയും ഹദീദിനെയും, ഹദീദ് എന്ന് പറഞ്ഞാൽ ഇരുമ്പ് എന്നാണ് അർത്ഥം, കിതാബിനെയും ഹദീദിനെയും അല്ലാഹു തആല ചേർത്ത് പറഞ്ഞത് ഈ ലോകത്ത് ദീൻ നിലനിൽക്കുന്നത് ഈ രണ്ട് ഘടകങ്ങൾക്ക് മേലെയാണ്. ഈ ദീനിന്റെ നിലനിൽപ്പ് അൽ കിതാബ് കൊണ്ടും അൽ ഹദീദ് കൊണ്ടുമാണ് എന്നതാണ് വിശുദ്ധ ഖുർആൻ പ്രവാചകന്മാരുടെ ദൗത്യത്തെ കുറിച്ച് പറയാൻ ഉപയോഗിച്ചെടുത്ത് ഈ രണ്ട് വാക്യങ്ങൾ പറഞ്ഞതുകൊണ്ട് അല്ലാഹു തആല ഉദ്ദേശിച്ചത് എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. അഥവാ അറിവും സമരവും കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ നിലനിൽപ്പ്. ഇൽമിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരു ജിഹാദും ഒരിക്കലും അത് പ്രയോജനപ്പെടുകയില്ല, അല്ലാഹു തആല സ്വീകരിക്കുകയില്ല എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി ഓർമ്മപ്പെടുത്തുന്നു. ഫലാ തുതിഇൽ കാഫിരീന വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. വിശുദ്ധ ഖുർആൻ പറയുന്നത് സത്യനിഷേധികളെ നിങ്ങൾ അനുസരിക്കരുത്, കാഫിറുകളെ നിങ്ങൾ അനുസരിക്കരുത് എന്ന് മാത്രമല്ല, വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, നിങ്ങൾ അവരോട് സമരം ചെയ്യണം. ജിഹാദ്, സമരം എന്ന് പറയുന്നത് അത് തോന്നിയതുപോലെ ചെയ്യാനുള്ളതല്ല. കിതാബിന്റെ അടിസ്ഥാനത്തിൽ, വേദഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ, ഇൽമിന്റെയും അറിവിന്റെയും അടിസ്ഥാനത്തിൽ നിങ്ങൾ നടത്തുന്ന പോരാട്ടങ്ങൾക്കും സമരങ്ങൾക്കുമാണ്
യഥാർത്ഥത്തിൽ ജിഹാദ് എന്ന് പറയുക എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, പക്ഷെ അവരുടെ ഇൽമ് ഒരിക്കലും ജിഹാദിന്റെ കാരണമാവുന്നില്ല. അവരുടെ ഇൽമ് ശത്രുവിനെ ഭയപ്പെടുത്താൻ മാത്രം പര്യാപ്തമാവുന്നില്ല, ഇസ്ലാമിന്റെ ശത്രുക്കളെ അസ്വസ്ഥപ്പെടുത്തുന്നില്ല. അത്തരത്തിലുള്ള ഇൽമുകൾ, അത് ഏത് ഹറമൈനിയിലാണെങ്കിലും അത്തരത്തിലുള്ള ഇൽമുകൾ, അത്തരത്തിലുള്ള ഉലമാക്കൾ യഥാർത്ഥത്തിൽ അവരുടെ ഇൽമു കൊണ്ട് പ്രയോജനമില്ല. അത്തരത്തിലുള്ള ആലിമുകൾ മുസ്ലിം ഉമ്മത്തിന് ആവശ്യമില്ല എന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധമായ ഖുർആൻ ഈ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഗ്രന്ഥം അൽ ബിദായ വൻ നിഹായ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ഉദ്ധരിക്കുന്ന വളരെ പ്രസിദ്ധമായ ഒരു സംഭവമുണ്ട്. താർത്താരികൾ ഡമാസ്കസ് ആക്രമിച്ചതിന് ശേഷം അവർ പിരിഞ്ഞുപോയി. അവർ പിരിഞ്ഞുപോയി നാട് വിട്ടതിന് ശേഷം ജനങ്ങൾ അങ്ങേയറ്റത്തെ പരിഭ്രാന്തിയിലായിരുന്നു ജീവിച്ചിരുന്നത്. എപ്പോഴാണ് ഇനി മറ്റൊരു ആക്രമണം താർത്താരികളുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്ന ആദിയിലും എന്ന ശങ്കയിലും കഴിഞ്ഞുകൂടിയ സാധാരണക്കാരായ ജനങ്ങൾ അവരങ്ങനെ അങ്കലാപ്പിൽ കണ്ണുമിഴിച്ച് നോക്കി നിൽക്കുന്ന വേളയിൽ അൽ ആലിമുൽ മുജാഹിദ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം രംഗത്ത് വന്നു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി നാട് നീളെ ഓടി നടന്നുകൊണ്ട് ജിഹാദിന്റെ ആയത്തുകൾ ആളുകൾക്ക് ഓതിക്കേൾപ്പിച്ചു. ജനങ്ങളെ ജിഹാദിന് വേണ്ടി പ്രേരിപ്പിക്കുന്നതിന്റെ വിശുദ്ധ ഖുർആനിലെ ആയാത്തുൽ ജിഹാദ്, ജിഹാദിന്റെ ആയത്തുകൾ അദ്ദേഹം പാരായണം ചെയ്തുകൊണ്ട് ആളുകളെ ജിഹാദിന് പ്രേരിപ്പിച്ചു എന്ന് മാത്രമല്ല, അതിരുകളിൽ മുസ്ലിം സമൂഹത്തിന്റെ, മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകളെ അതിരുകളിൽ കാവൽ നിർത്തുകയും ചെയ്തു. ചരിത്രത്തിൽ കാണാം, മുസ്ലിം ഉമ്മത്തിന്റെ പ്രചോദനാത്മകമായ ജിഹാദി ആയത്തുകളിൽ പ്രചോദിതരായ ആ ഉമ്മത്തിനെ കണ്ട് താർത്താരികൾ പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയതേയില്ല എന്ന് ചരിത്രം പറയുന്നുണ്ട്. ജിഹാദും ഇൽമും ചേർത്ത് വെക്കേണ്ടതാണ്, ഇൽമിന്റെ മേൽ സ്ഥാപിക്കപ്പെടേണ്ടതാണ്, വിജ്ഞാനത്തിന്റെ മേൽ സ്ഥാപിക്കപ്പെടേണ്ടതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ അൽ ജിഹാദ്. വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, ഇസ്ലാമിന്റെ ശത്രുക്കൾ അങ്ങേയറ്റം ഒരുപക്ഷെ വിവാദം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൂറത്ത്, സൂറത്ത് തൗബ എന്നാണ് ആ സൂറത്തിന്റെ പേര്. സൂറത്ത് തൗബയുടെ പ്രമേയവും അതിലെ വിഷയവും എന്ത് എന്ന് പരിശോധിച്ചാൽ, സൂറത്ത് തൗബയുടെ ഏറ്റവും സുപ്രധാനമായ ചർച്ച എന്ന് പറയുന്നത് അത് ജിഹാദാണ്. ജിഹാദിന് വേണ്ടി പ്രേരിപ്പിക്കുകയും അതിനുവേണ്ടി കൽപ്പിക്കുകയും ചെയ്യുന്ന സൂറത്താണ് സൂറത്ത് തൗബ. യാ അയ്യുഹല്ലദീന ആമനൂ മാ ലക്കും ഇദാ ഖീല ലക്കും ഉൻഫിറൂ ഫീ സബീലില്ലാഹി സാഖൽതും ഇലൽ അർള് അറളീതും ബിൽ ഹയാത്തിദ് ദുനിയ മിനൽ ആഖിറ. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ എന്തുകൊണ്ട് യുദ്ധം നടത്തുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് സമരം നടത്തുന്നില്ല? മറ്റൊരായത്തിൽ ഇല്ലാ തൻഫിറൂ യുഅദ്ദിബുക്കും അദാബൻ അലീമൻ വയസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും. നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പകരം മറ്റൊരു സമൂഹത്തെ നാം പുറത്തു കൊണ്ടുവരും. ഇൻഫിറൂ ഖിഫാഫൻ വസിഖാലൻ. നിങ്ങൾക്ക് നിങ്ങളെ കഴിയുന്ന വിധത്തിൽ, നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെടുക, സമരം നടത്തുക എന്ന് ആഹ്വാനം ചെയ്യുന്ന ആയത്തുകൾ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിൽ നമുക്ക് കാണാൻ കഴിയും. യുദ്ധത്തിന് ഇറങ്ങാത്ത ആളുകളെയും സൂറത്ത് തൗബ ആക്ഷേപിക്കുന്നുണ്ട്. നഫർ എന്ന പദം അറബി ഭാഷയിൽ ഇളക്കി വിടുക, ചലിപ്പിക്കുക എന്ന അർത്ഥത്തിലാണ് അറബിയിൽ ഉപയോഗിക്കാറുള്ളത്. വിശുദ്ധ ഖുർആൻ ഒരേ ഒരർത്ഥത്തിൽ മാത്രമേ ഈ പദം അന്നഫർ എന്ന പദം വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളൂ. യുദ്ധത്തിന് വേണ്ടി സർവസജ്ജരായി പുറത്തിറങ്ങുക എന്ന അർത്ഥത്തിലാണ് യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം ആയത്തുകൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു വചനം കാണാം. വമാ കാനൽ മുഅ്മിനൂന ലിയൻഫിറൂ കാഫ. എല്ലാവരും ഒന്നിച്ച് യുദ്ധത്തിന് പുറപ്പെടേണ്ടതില്ല. ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫത്തുൻ ലിയതഫഖഹു ഫിദ്ദീൻ. രണ്ട് ആയത്തുകൾ, രണ്ട് കൽപ്പനകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നൽകുന്നത്. മുസ്ലിം ഉമ്മത്തിൽ രണ്ട് സംഘങ്ങൾ ഉണ്ടായിരിക്കണം, രണ്ട് നഫറുകൾ മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടായിരിക്കണം. നഫർ എന്നാൽ ഇളകി മറിയുന്ന രണ്ട് സംഘങ്ങൾ മുസ്ലിം ഉമ്മത്തിന്റെ ഇന്ധനമായിരിക്കണം. യുദ്ധത്തിന് വേണ്ടി
സജ്ജരായ 2 നഫറുകൾ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാവണം. ഒന്നാമത്തത് നഫറുൻ ലിൽ ജിഹാദ്, ജിഹാദ് നടത്തുന്ന സംഘമാണ്. ജിഹാദിന് വേണ്ടി ഇളകിമറിയുന്ന സർവസന്നദ്ധരായ ഒരു സംഘം. രണ്ടാമത്തെ സംഘത്തെക്കുറിച്ച് ഈ ആയത്തിൽ അല്ലാഹു തആല പരാമർശിക്കുന്നു, വനഫറുൻ ലിത്തഫഖുഹി ഫിദ്ദീൻ, ദീനിൽ പാണ്ഡിത്യം നേടുന്നതിന്, അവഗാഹം നേടുന്നതിനുള്ള ഒരു സംഘം കൂടി മുസ്ലിം ഉമ്മത്തിൽ നിന്ന് രൂപപ്പെടേണ്ടതുണ്ട്. ഈ 2 സംഘങ്ങളാണ്, 2 വിഭാഗങ്ങളാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ കാതൽ എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നു. സമരത്തിന് വേണ്ടി ഇളകിമറിയുന്ന, സമരത്തിന് വേണ്ടി ചലിച്ചുകൊണ്ടിരിക്കുന്ന നഫറിനെ, സംഘത്തെ ആധുനിക മുസ്ലിം ഉമ്മത്തിന് പരിചയമുണ്ട്. പക്ഷേ ഇൽമിന്റെ കാര്യത്തിലുള്ള നഫർ, ഇൽമിന്റെ മാർഗത്തിൽ ഇളകിമറിയുന്ന ഒരു സംഘത്തെ മുസ്ലിം ഉമ്മത്തിന് വളരെ അപൂർവമായിട്ട് മാത്രമേ പരിചയമുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ ഫാദി അൽ ബത്തഷ് മലേഷ്യയിൽ ചെന്ന് അദ്ദേഹത്തെ വധിക്കാൻ മാത്രം ശത്രുക്കൾക്ക് അദ്ദേഹത്തെ പേടിയുണ്ടായത് അദ്ദേഹം ആലിമും മുജാഹിദുമായിരുന്നു എന്നതുകൊണ്ടാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഇൽമുണ്ട് എങ്കിൽ ആ ഇൽമ് ചലിച്ചുകൊണ്ടേയിരിക്കണം, ആ ഇൽമ് അവനിൽ ചലനാത്മകത ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം എന്നതാണ് വിശുദ്ധമായ ഖുർആൻ ഒരു ആലിമിൽ നിന്നും ആവശ്യപ്പെടുന്നത്. മുസ്ലിം ഉമ്മത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും ഏറ്റവും വലിയ ദൗർബല്യവും എന്ത് എന്ന് ചോദിച്ചാൽ, ചലനാത്മകതയുള്ള പണ്ഡിതന്മാർ മുസ്ലിം ഉമ്മത്തിന്റെ നെടുനായകത്വം വഹിക്കാൻ മുസ്ലിം സമൂഹത്തിൽ ഇല്ലാതെ പോകുന്നു എന്നതാണ്. നമുക്കൊരുപാട് ഉലമാക്കളുണ്ട്, ഇൽമുള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവരുടെ ഇൽമുകൾ അവരെ കസേരയിൽ ഇരുത്തിക്കളഞ്ഞിരിക്കുന്നു. അവരുടെ ഇൽമ് യഥാർത്ഥത്തിൽ നഫറിനെയും നഫീറിനെയും, ഇളകിമറിയലിനെ, സമരസന്നദ്ധതയെ പ്രോത്സാഹിപ്പിക്കേണ്ട ഇൽമുകൾ മുസ്ലിം ഉമ്മത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അക്രമത്തിനെതിരെ, അനീതിക്കെതിരെ, വംശഹത്യക്കെതിരെ ഇളകിക്കൊണ്ടിരിക്കുന്ന ഇൽമിനെയാണ് വിശുദ്ധമായ ഖുർആൻ വിശ്വാസികളിൽ നിന്ന് താല്പര്യപ്പെടുന്നത് എന്ന് ഖുർആൻ പറയുന്നു. നമ്മൾ പലപ്പോഴും ഇൽമ് എന്നതിനെ ചുരുക്കി, വിജ്ഞാനത്തെ ചുരുക്കി, വിജ്ഞാനത്തിന്റെ തേട്ടത്തെയും അർത്ഥനകളെയും അതിന്റെ തൃഷ്ണയെയും ചുരുക്കി അതിനെ ഏതോ ഏട്ടിൽ കൊണ്ടുപോയി നമ്മൾ പലപ്പോഴും കെട്ടിയിടാറുണ്ട്. മനുഷ്യനെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോൾ മാലാഖമാർ അള്ളാഹുവിനോട് ചോദിച്ച ഒരു ചോദ്യത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട്. എന്തിനാണ് റബ്ബേ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്ന, രക്തമൊഴുക്കുന്ന ഒരു വിഭാഗത്തെ എന്തിന് ഭൂമിയിൽ സൃഷ്ടിക്കണം? മലക്കുകളുടെ കൗതുകകരമായ ചോദ്യമായിരുന്നു അത് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്തിനാണ് റബ്ബേ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്ന, രക്തമൊഴുക്കുന്ന ഒരു വിഭാഗത്തെ ഭൂമിയിൽ സൃഷ്ടിക്കണം എന്ന് ചോദിച്ച ചോദ്യത്തിന് അല്ലാഹു തആല നൽകുന്ന മറുപടി, വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, രക്തമൊഴുക്കിക്കോളൂ, രക്തമൊഴുക്കുന്നവർ ഒഴുക്കിക്കൊള്ളട്ടെ, ഒരു വിഭാഗം ഫസാദ് ഉണ്ടാക്കിക്കൊള്ളട്ടെ. പക്ഷേ വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, ഞാൻ ഇവന് ഇൽമ പകർന്നു കൊടുക്കുന്നു. ഇൽമുള്ള മനുഷ്യർ രക്തമൊഴുക്കിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും. ഇൽമുള്ള മനുഷ്യർ ഫസാദുകൾക്കെതിരെ മൗനം പാലിച്ചുകൊണ്ട്, വംശഹത്യകൾക്കെതിരെ മൗനം പാലിച്ചുകൊണ്ട് നോക്കിയിരിക്കാൻ സാധ്യമല്ല എന്ന് വിശുദ്ധമായ ഖുർആൻ മലക്കുകളോട് അന്ന് അതിന് മറുപടി പറഞ്ഞു എന്ന് സൂറത്തുൽ ബഖറയിൽ കാണാം. ഞാൻ ആദമിന് ഇൽമ പകർന്നു കൊടുത്തിട്ടുണ്ട്, ആ കാര്യത്തിൽ നിങ്ങൾ ബേജാറാവേണ്ട കാര്യമില്ല. അൽ ആലിം, പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇരുത്തം വന്നവനല്ല, അടങ്ങിയിരിക്കേണ്ടവനല്ല. യഥാർത്ഥ പണ്ഡിതൻ എൻ്റെ ഇൽമിനെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഭയപ്പെടുന്നുവെങ്കിൽ, നമ്മുടെ ഇൽമിനെ മറ്റുള്ളവർ അസ്വസ്ഥതയോടുകൂടി നോക്കിക്കാണുന്നുവെങ്കിൽ, അതാണ് യഥാർത്ഥത്തിൽ വിശുദ്ധമായ ഖുർആൻ ആയത്തുകളിലൂടെ പരാമർശിച്ച ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫതൻ ലിയതഫഖഹു ഫിദ്ദീൻ. ചിലപ്പോൾ ചില ഇൽമുകൾ മറ്റുള്ളവരെ അസ്വസ്ഥപ്പെടുത്തുന്നില്ല എന്ന് മാത്രമല്ല, ആ ഇൽമിൻ്റെ ആളെപ്പോലും അവർ പഠിച്ച ഇൽമ് സ്വാധീനിക്കുന്നില്ല. അത്തരം ആലിമുകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ആദ്യമായി ശിക്ഷിക്കുക എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഉലമാക്കളും മുജാഹിദുകളും ഉള്ള കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. പക്ഷേ ഇൽമും ജിഹാദും ചേർന്നു വരുന്ന ആളുകളെ, വ്യക്തികളെ ലോകത്ത് വളരെ അപൂർവം മാത്രമേ ലോകം ജന്മം നൽകുന്നുള്ളൂ എന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വംശഹത്യയുടെ കാലത്തും മുസ്ലിം പണ്ഡിതന്മാർ, ആലിമീങ്ങൾ
വഹിക്കേണ്ടുന്ന പാണ്ഡിത്യ ലോകത്ത് വളരെ അപൂർവതകൾ മാത്രമേ ഇൽമും ജിഹാദും ചേർത്ത് വെച്ച ആളുകൾ നമ്മൾ കാണുന്നുള്ളൂ. ഇറാനിൽ ഒരു വിപ്ലവകാരിയെ നമ്മൾ കാണുന്നുണ്ട്, ആയത്തുള്ള അലി ഖാംനഈ. 86 വയസ്സുള്ള ആ മനുഷ്യൻ വംശഹത്യക്കെതിരെ, കടന്നുകയറ്റത്തിനെതിരെ, അധിനിവേശത്തിനെതിരെ തൻ്റെ ഇൽമും തൻ്റെ ജിഹാദും കൊണ്ട് 86ാമത്തെ വയസ്സിൽ അദ്ദേഹം പൊരുതുന്നുണ്ട്. ആലിമുകളായ മുജാഹിദുകൾ ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ ഉറക്കം കെടുത്തിക്കളയും എന്നതിൻ്റെ ഏറ്റവും വലിയ ജീവിച്ചിരിക്കുന്ന മാതൃകയാണ് ആയത്തുള്ള അലി ഖാംനഈ എന്ന് ഏത് ഇസ്സങ്ങളെയും ആ ഇസ്സങ്ങളുടെ എല്ലാ തലങ്ങളെയും അഖീദപരമായ വൈജാത്യങ്ങളെയും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ ആ അർത്ഥത്തിൽ, ഉമ്മത്ത് എന്ന അർത്ഥത്തിൽ നമുക്ക് അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ കഴിയണം. വിശുദ്ധമായ ഖുർആൻ ഒരു ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് ശേഷം ഇസ്രായേൽ ജനതയിലെ ഒരു തലമുറ അവരുടെ പ്രവാചകന്റെ അടുത്തിലേക്ക് വന്നു. അലം തറ ഇലൽ മലഇ മിൻ ബനി ഇസ്രായീല മിൻ ബഅദി മൂസ. ഇസ്രായേൽ സമൂഹത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ അവരുടെ പ്രവാചകന്റെ അടുക്കൽ വന്നു പറഞ്ഞു, ഇദ് ഖാലൂ ലിനബിയ്യിൻ ലഹും ബഅസ് ലനാ മലികൻ നുഖാതിൽ ഫീ സബീലില്ലാഹ്. നിങ്ങൾ ഒരു ജേതാവിനെ, നിങ്ങളൊരു നായകനെ നിങ്ങൾ ഞങ്ങൾക്ക് ഒരുക്കി തരിക എങ്കിൽ അള്ളാഹുവിൻ്റെ ദീനിന്റെ മാർഗത്തിൽ ഞങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളാം നബിയെ. ആ പ്രവാചകൻ ഈ ജനതയുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ഒരു നായകനെ ആവശ്യപ്പെട്ടു. അള്ളാഹു തആല അവർക്ക് താലൂത്തിനെ നായകനായി നിശ്ചയിച്ചു കൊടുത്തു എന്ന് ഖുർആൻ. വഖാല ലഹും നബിയ്യുഹും ഇന്നല്ലാഹ ഖദ് ബഅസ ലക്കും താലൂത മലിക. അവരുടെ പ്രവാചകൻ അവരോട് പറഞ്ഞു, താലൂത്തിനെ നിങ്ങൾക്ക് അള്ളാഹു നായകനായി തെരഞ്ഞെടുത്തു തന്നിരിക്കുന്നു. അവർ ചോദിച്ച ചോദ്യം, ഖാലു അന്നാ യകൂനു ലഹുൽ മുൽക്കു അലൈനാ വനഹ്നു അഹഖു ബിൽ മുൽകി മിൻഹു വലം യുഅത സഅതൻ മിനൽ മാൽ. താലൂത്തിനെ ഞങ്ങൾ രാജാവായി അംഗീകരിക്കുകയില്ല, അദ്ദേഹത്തെക്കാൾ കൂടുതൽ രാജാവാകാനുള്ള യോഗ്യത ഞങ്ങൾക്കാണുള്ളത്. വലം യുഅത സഅതൻ മിനൽ മാൽ, ഞങ്ങളുടെ അത്ര തറവാടിത്തമോ സമ്പത്തോ അയാൾക്കില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മറുപടി, ഖാല ഇന്നല്ലാഹ ഇസ്തഫാഹു അലൈക്കും വസാദഹു ബസ്തതൻ ഫിൽ ഇൽമി വൽ ജിസ്മി വല്ലാഹു യുഅതി മുൽകഹു മൻ യശാ വല്ലാഹു വാസിഉൻ അലീം. സമ്പത്തല്ല മാനദണ്ഡം. ജിഹാദ് നടത്തുന്നതിനാണ് നിങ്ങൾക്ക് നായകന് വേണ്ടത് എങ്കിൽ ജിഹാദ് നടത്താനുള്ള നായകന്റെ ക്വാളിഫിക്കേഷൻ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് അൽ ഇൽമു വൽ ജിസ്മു, ശക്തിയും അറിവുമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇരുത്തം വന്ന പണ്ഡിതനെ അല്ല, ചലിക്കുന്ന പണ്ഡിതനെയാണ്. ശക്തി കൊണ്ട്, ഇൽമു കൊണ്ട് ശത്രുക്കളുടെ ഉറക്കം കെടുത്തുന്ന പണ്ഡിതന്മാരെയാണ് മുസ്ലിം ഉമ്മത്തിന് ആവശ്യമുള്ളത്. അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ജിഹാദ് നടത്തേണ്ടത് എന്ന് വിശുദ്ധമായ ഖുർആൻ വളരെ ഇദംപ്രഥമമായി വിശ്വാസ സമാജത്തോട്, വിശ്വാസ സമൂഹത്തിലെ പണ്ഡിതരോട് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു. ഭൂരിപക്ഷ ആളുകളും ജിഹാദ് എന്നുള്ളത് ആരോഗ്യം കൊണ്ട്, ശക്തി കൊണ്ട്, ആയുധം കൊണ്ട് മാത്രം നടത്തേണ്ട ഒരു പോരാട്ടമാണ് എന്ന് ധരിച്ചു വശായിട്ടുണ്ട്. വിശുദ്ധമായ ഖുർആൻ അവിടെ ഇടപെടുകയാണ്. ജിഹാദ് ഇൽമിന്റെ അടിസ്ഥാനത്തിൽ നടക്കേണ്ടതാണ്. ദീനിൽ അങ്ങേയറ്റത്തെ അവഗാഹമുള്ള ആളുകളാണ് ജിഹാദിന്റെ നേതൃത്വം നൽകേണ്ടുന്നത് എന്ന് വിശുദ്ധമായ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിറാ ഗുഹയിൽ അവിടുന്ന് വന്നു ചേർന്നിരുന്നു. മക്കയിലെ കൊടും ചൂടിൽ നിന്ന് രക്ഷ തേടി നല്ല തണുപ്പാസ്വദിക്കുന്നതിന് വേണ്ടി ആയിരുന്നില്ല പ്രവാചകൻ അവിടുന്ന് ദിഗന്ധങ്ങൾ താണ്ടി, മലമുകളുകൾ താണ്ടി പ്രവാചകൻ ഒരു ഗുഹയിൽ വന്ന് അഭയം പ്രാപിച്ചത്. മക്കയുടെ ആദാത്തുകളിൽ, മക്കയുടെ സാമൂഹിക സാഹചര്യങ്ങളിൽ സംഭവിച്ചു പോയ വൈകല്യങ്ങൾ, ആ വൈകല്യങ്ങളിൽ മനം മടുത്തിട്ട് ഒരു സാമൂഹിക വിപ്ലവത്തിന് പടച്ചവനിൽ നിന്ന് മാർഗം തേടിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഹിറാ ഗുഹയിൽ അവിടുന്ന് ഭജനമിരുന്നു. ആ പ്രവാചകന്റെ മേൽ ആദ്യം അവതരിച്ച വചനം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. പ്രവാചകരെ, താങ്കൾ ഒരു സാമൂഹിക വിപ്ലവമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, ദുരാചാരങ്ങൾക്കെതിരെയുള്ള പോരാട്ടമാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ, സമൂഹത്തിൽ രക്തമൊഴുക്കുകൾക്കെതിരെ പ്രതിരോധം തീർക്കാനാണ് താങ്കൾ ഇറങ്ങിപ്പുറപ്പെടുന്നത് എങ്കിൽ, താങ്കളുടെ നാഥന്റെ നാമത്തിലുള്ള അറിവുകൾ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, താങ്കളുടെ സൃഷ്ടാവിൻ്റെ നാമത്തിലുള്ള അറിവുകൾ, ആ അറിവുകളാണ്
ഈ പോരാട്ടത്തിന്റെ ഇന്ധനമാകുന്ന വിറക് എന്ന് വിശുദ്ധമായ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന സന്ദർഭം ഹിറാ ഗുഹയിലെ പ്രവാചകന്റെ ഏകാന്തമായ ഇരിപ്പുകളിൽ നിന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാണാൻ കഴിയും. ഇൽമും ജിഹാദും ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള സഹായം മുസ്ലിം ഉമ്മത്തിന് ലഭ്യമാവുക. ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാതി വഅൻസൽനാ മഅഹുൽ കിതാബ്. വേദജ്ഞാനം നൽകിയിരിക്കുന്നു, അറിവ് നൽകിയിരിക്കുന്നു. പ്രവാചകന്മാരുടെ കൂടെ അവരുടെ കൂടെ ഹദീദ് ആയുധവും ഇറക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആൻ അൽ കിതാബ് വേദജ്ഞാനവും ശക്തിയും മുസ്ലിം ഉമ്മത്തിൽ ഒന്നിച്ചു നിൽക്കുന്നുവെങ്കിൽ, ജിഹാദും ഇൽമും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ, മുസ്ലിം ഉമ്മത്തിന്റെ ഭാഗവാക്കാകുന്നുവെങ്കിൽ, വലിയഅലമല്ലാഹു മയ്യൻസുറുഹു വറുസുലഹു ബിൽ ഗൈബി, അവിടെയാണ് ഇസ്ലാമിന് വേണ്ടി ഒന്നിച്ചു നിൽക്കുന്ന ഒരു തലമുറ രൂപപ്പെടുന്നത് എങ്കിൽ അള്ളാഹുവിന്റെ സഹായം ഈ ഉമ്മത്തിന്റെ മേൽ വന്നിറങ്ങും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. മുസ്ലിം ഉമ്മത്തിന്റെ ഇൽമുകൾ നഫറും നഫീറുമായി തീരണം എന്നതാണ് വിശുദ്ധ ഖുർആന്റെ ഭാഷ്യം. മുസ്ലിം ഉമ്മത്തിന്റെ ഇൽമുകൾ സദാ സന്നദ്ധരായി, ശത്രുക്കൾക്കെതിരെ ജാഗരൂകരായി നിൽക്കേണ്ട ഇൽമുകളായി അത് പരിവർത്തിക്കപ്പെടണം എന്നതാണ് ഖുർആൻ പറയുന്നത്. അധർമ്മത്തിനെതിരെ രോഷം കൊള്ളുന്ന, ധിക്കാരികൾക്കെതിരെ പടനയിക്കാൻ പ്രാപ്തമാവുന്ന ഒരു സംഘം, അത്തരം ആളുകൾ മുസ്ലിം ഉമ്മത്തിലെ ആലിമീങ്ങൾ ആ നിലയിൽ മാറുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെയാണ് മുസ്ലിം ഉമ്മത്തിന് യഥാർത്ഥത്തിൽ പിഴച്ചിട്ടുള്ളത് എന്നതാണ് വിശുദ്ധ ഖുർആൻ ഈ ആയത്തുകളിലൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ലോകം കെട്ടുപോകുമ്പോൾ ലോകത്തെ ഉപ്പിലിട്ട് സൂക്ഷിക്കുന്ന സംഘമായി നിലനിൽക്കേണ്ടുന്നത് ഇൽമുകൾ കൊണ്ട് ചലിക്കുന്ന പണ്ഡിതന്മാരായിരിക്കണം. ആ പണ്ഡിതന്മാർ ലോകത്ത് വളരെ അത്യപൂർവമായി മാത്രം സമരമുന്നേറ്റത്തിൽ വംശഹത്യക്കെതിരെ, വംശീയതകൾക്കെതിരെ, അധാർമികതകൾക്കെതിരെ, ലോകത്തെ ദുരാചാരങ്ങൾക്കെതിരെ എഴുന്നേറ്റ് നിൽക്കുന്നത് അത്തരം പണ്ഡിതന്മാരാണ്. അത്തരം പണ്ഡിതന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, അവർക്ക് വേണ്ടിയുള്ള ഐക്യദാർഢ്യങ്ങളാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ഉമ്മത്തിൽ നിന്നുണ്ടാവേണ്ടുന്നത്. ദീൻ പഠിക്കുന്ന, ദുനിയാവ് പഠിക്കുന്ന, ദീൻ ഇൽമുകൾ ആർജിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മേൽ ബാധ്യതയായിട്ടുള്ളത് അവരുടെ ഇൽമുകൾ ചലിക്കുന്ന ഇൽമുകളായി മാറണം. ഇരുത്തം വന്ന പണ്ഡിതന്മാരെ അല്ല, അനക്കമുള്ള പണ്ഡിതന്മാരെയാണ് മുസ്ലിം ഉമ്മത്തിന് ആവശ്യം എന്നതാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ സമകാലിക സാഹചര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇൽമ് അത് കർമ്മപദത്തിലേക്കെത്തി, അതിൻ്റെ മൂർത്തഭാവമായ ജിഹാദിലേക്ക് നയിക്കുന്ന ഇൽമുകളായി നാം പഠിക്കുന്ന ദുനിയാവിൻ്റെയും ദീനിൻ്റെയും ഇൽമുകൾ എന്ന് പരിവർത്തിക്കപ്പെടുമോ അന്ന് മുസ്ലിം ഉമ്മത്തിന് വിജയമുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ അഷ്ടദിക്കുകളിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർ, യുദ്ധത്തിൻ്റെ കെടുതികൾ അനുഭവിക്കുന്നവർ, സമരസജ്ജരായിട്ടുള്ള ആളുകൾ മുഴുവൻ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിക വിശ്വാസവും ചടുലതയും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല അവരുദ്ദേശിക്കുന്ന വിമോചനം അല്ലാഹു നൽകുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.